ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കളമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവം ഇടാൻ പോകണമെന്നൊന്നുമല്ല. ഇങ്ങനെ വരച്ചൊക്കെ നോക്കി, പക്ഷേ എനിക്ക് ഇങ്ങനെയൊന്നും ഇടാൻ അറിയത്തില്ല. അത് കാരണം കൊണ്ട് ആ പരിപാടി ഞാൻ അവിടെ വെച്ച് നിർത്തിക്കണ്ട് നമ്മുടെ പഴയ ചെത്തിപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള ഡിസൈനില്ലേ, അത് തന്നെയാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും രണ്ട് കണ്ണ് എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതെന്താണെന്നുള്ള അവസാനം മനസ്സിലാവും. അങ്ങനെ ഞാൻ ആദ്യം കാവി കളറ് ചെട്ടിച്ചി അഥവാ നമ്മുടെ ചെണ്ടുമല്ലി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മഞ്ഞ കളർ ചെണ്ടുമല്ലി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കോർണറിൽ ആ ഒരു ഷേപ്പ് വരുന്ന ഒരു റോസ് പെറ്റൽസാണ് അരിഞ്ഞിട്ട് കൊടുത്തത്. കാരണം നമ്മുടെ ഈ വേറെ പൂക്കളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ നമ്മൾ 100 രൂപയ്ക്ക് പൂ വാങ്ങിച്ചത് ഇന്നത്തോടെ കഴിയുകയാണ്. ഇന്നലെ ഞാൻ രണ്ടാമതും 100 രൂപയ്ക്ക് പൂ വാങ്ങിച്ചു. പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെക്കാട്ടി പറ്റിക്കലായിരുന്നു. കാരണം പിള്ളേരെ പറ്റിക്കാൻ പൂക്കളം ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പൂക്കാർ പറ്റിച്ച അവസ്ഥയായിപ്പോയി. ഒട്ടും പൂവില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവില്ലായിരുന്നു. കുറേ മഞ്ഞ ജമന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും പോവാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് പറ്റിക്കലാണ്. അവിടെ വാടാമുല്ലയൊക്കെ ഉണ്ടായിട്ട് പോലും അവർ തന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അവിടെ നിന്ന് വാങ്ങണില്ല എന്ന് തന്നെ തീരുമാനമായി. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മൾ പൂക്കളം ഇനിയിപ്പം മഞ്ഞയിട്ട് ഔട്ടർ ഇട്ടും കണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൂ തീർന്നു പോയി. അങ്ങനെ ഞാൻ പൂ കുറച്ച് അരിഞ്ഞും കൂടെ എടുത്തിട്ടാണ് ഇടുന്നത്. പിന്നെ നടുക്ക് എന്ത് വെക്കുമെന്ന് ആകെ കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ എന്തായാലും വല്ല കണ്ണിൻ്റെ കൃഷ്ണമണി സെറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ഞയ്ക്കകത്ത് കാവിക്കകത്ത് മഞ്ഞയും വെച്ച് ഞാൻ എന്തായാലും അതും സെറ്റ് ചെയ്തു. പിന്നെ നടുക്ക് എന്ത് വെക്കണമെന്നുള്ള ഡൗട്ട് മേലെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും വേണ്ടില്ല, കാവി ഒരു ചെട്ടിച്ച് നല്ലതുണ്ടായിരുന്നു, അതെടുത്ത് സെൻറ്ററിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കളം വന്നത്. അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ വന്നു, നല്ല ഭംഗിയിലിട്ടു എന്നുണ്ട് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വേണ്ടില്ല, ഒരുപാട് സന്തോഷം തോന്നി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുഷിൻ്റെ സ്കൂളിൽ ഇന്ന് ഓണം ഫംഗ്ഷനാണ്. അപ്പോൾ അവനെ മുണ്ടും ഷർട്ടും കാര്യങ്ങളൊക്കെ ഇടിച്ചും കണ്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു ഫോട്ടോയും ഞാനിതിൽ പിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇന്ന് സ്കൂളിൽ അവൻ മുണ്ടെടുത്തിട്ട് മുണ്ട് പറിച്ച് അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വന്നാലോന്ന് വിചാരിച്ച് ബെൽറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് വിട്ടേക്കണത്. എന്താവുമെന്ന് കണ്ടറിയണം. ഉച്ചയ്ക്ക് സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ എനിക്ക് പനിയും ചെറിയ തൊണ്ടവേനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.